പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി നന്ദി കരുതുന്നു. പ്രത്യേകാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്പെഷ്യലി ഇന്ന് ഞാൻ ഒരു മലയാളം മെസ്സേജ് കൊണ്ടാണ് വന്നേക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദൈവനാമത്തിൽ അത് ക്ഷമിക്കണം. കാരണം അത്ര ഇൻഫ്ലുവൻസ് എനിക്ക് മലയാളത്തിലില്ല. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കേരളത്തെ കുറിച്ച് പല വചനത്തിൽ കൂടെ കേരളത്തിന്റെ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഗൈഡൻസ് നൽകി. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജുമായിട്ട് നിങ്ങളുടെ എല്ലാവരും മുൻപിൽ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പല ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നു, നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് മഴയും ഒത്തിരി പ്രതിസന്ധിയിൽ കൂടെ ജനം പോകുന്നു. ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു, പലയിടത്ത് ഡാമുകളൊക്കെ തുറന്നു, ഇങ്ങനെ കേൾക്കുന്നു. 2018 വന്ന പോലുള്ള ആ സിറ്റുവേഷൻ പിന്നെയും കടന്നു വരുമെന്ന് ഇങ്ങനെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ദൈവജനമേ, എല്ലാ കാര്യം നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൺട്രോള എല്ലാ കാര്യങ്ങളും. നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ ഇങ്ങനെ ഈ വിഷയത്തിന്മേൽ ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഓർത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായിട്ട് പല കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചു. അത് നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നത്. വചനത്തിന്റെ ധ്യാനത്തിന്റെ മുമ്പേ ആയിട്ട് നമുക്ക് കുറച്ച് നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, തിരുരക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വചനം കൊണ്ട് കർത്താവേ, നിന്റെ ജനത്തിന് മധ്യ വരാൻ കിട്ടിയ നല്ല അവസരത്തിനായി സ്തോത്രം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിച്ച് കർത്താവെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കാര്യങ്ങളും നിന്റെ നാമമഹത്വത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാണുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് മനസ്സിരണമേ. മാനമഹത്വം അപ്പച്ചെടുക്കണം. യേശുവിന്റെ അധികാരവും നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെയും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനം എനിക്ക് തന്നു. കാരണം കേരളത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ എല്ലാരും എന്താ പറയുന്നത്, ഗോഡ്സ് ഓൺ കൺട്രി. യെസ്, ഇത് ദൈവത്തിന്റെ ഒരു ദേശമാണ് എല്ലാരും പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ പറയാം, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ്. പക്ഷേ കേരളത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലൊക്കെ പിക്സ് ഒക്കെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഇടുമ്പോൾ കാണുന്നവരെല്ലാരും ഒത്തിരി ആശ്ചര്യപ്പെടും. ഓ, ഇത്ര ഭംഗിയാണോ കേരളം കാണുവാൻ? ഓ, വാട്ട് എ ബ്ലെസ്സഡ് സ്റ്റേറ്റിലാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളൊക്കെ പോയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. പ്രിയമുള്ളവർ പലരും ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ വരാൻ. പക്ഷേ അവരുടെ സാഹചര്യം അങ്ങനെയല്ല. പലർക്ക് അങ്ങനെ ഡ്യൂട്ടീസ് ഉണ്ട്, പലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷേ പലരും ആഗ്രഹിക്കുന്നു, പക്ഷേ പോകാൻ ഒക്കുന്നില്ല. പക്ഷേ അവിടെ ആയിരിക്കുന്ന ജനം ദൈവത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കിയത്, അവിടെ പാർക്കുന്ന ജനം, അവിടെ ഉള്ള ജനം കേരളത്തെ കുറിച്ചൊക്കെ അത്രയും അവർക്ക് വാല്യൂ ഇല്ലാതെ വരുന്നു. അതിനെക്കുറിച്ച് ഒരു ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനം തന്നു. 2 Timothy chapter 3 verse 2. തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം, 2 തിമോത്തിയോസ് 3-ാം അധ്യായം, അതിന്റെ 2nd verse. For men will be the lovers of themselves, lovers of money. ദൈവത്തിന്റെ ആത്മാ സ്പഷ്ടമായിട്ട് ഈ വചനം എനിക്ക് തന്നു. ഈ ദിവസങ്ങളിൽ സ്പഷ്ടമായിട്ട് ജനം കൂടുതലായിട്ട് ദൈവത്തെ കാട്ടിലും സ്നേഹിക്കുന്നതും ദൈവമക്കളെ കാട്ടിലും സ്നേഹിക്കുന്നതും അവരുടെ മണിയുടെ പൈസയുടെ പുറത്തും അവര് തന്നെ താനും അവരുടെ ഒറ്റ ഒരു ആഗ്രഹമുണ്ട്, വെളി രാജ്യങ്ങൾ ദേശങ്ങളിൽ പോയി ഒത്തിരി പൈസ ഉണ്ടാക്കുക, ഒത്തിരി കാശുകൾ സമ്പാദിക്കുക, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് പലരും എന്താ ചെയ്യുന്നത്, ആ സ്ഥലം വിട്ടു പോവുക, ആ ദേശത്തെ വിട്ടു പോവുക. ഗോഡ്സ് ഓൺ കൺട്രി. ആരാ ഈ ദേശം നമുക്ക് തന്നത്? ഈ നാട് ആരാ നമുക്ക്? ദൈവമല്ലേ നമുക്ക് തന്നത്? നമുക്കൊരു ഭാഗ്യമുള്ള ഒരു നാട് നമ്മൾക്ക് ദൈവം തന്നെങ്കിൽ നമ്മൾ അതിന്റെ വാല്യൂ ചെയ്യണം.
പലരും ആ വാല്യൂ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് ദൈവജനമേ. ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്, കാരണം ദൈവത്തിന്റെ ആത്മാവ് ഒരു ഗൈഡൻസ് നൽകി ഇത് പറയാൻ വേണ്ടി. നാളുകളായി എന്റെ മനസ്സിലും പല പ്രാവശ്യം വിചാരം, എന്തുകൊണ്ട് നമ്മുടെ നാട് വിട്ട് പലരിങ്ങനെ പോകുന്നത്? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്ലേസാ, എത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാ. ദൈവജനമേ, ദൈവം പറയുന്നില്ല പൈസ ഉണ്ടാക്കുന്ന കാര്യം ഒന്നും ദൈവം തെറ്റല്ല പറയുന്നത്. കാരണം വചനത്തിലും ഉണ്ട്, Deuteronomy chapter 8:18, and you shall remember the Lord your God, if it is he who gives you power to get wealth. ആരാ നമുക്ക് കാശുണ്ടാക്കാനുള്ള കൃപയും ആരോഗ്യം ബലം തരുന്നത്? ദൈവമാ. സ്പഷ്ടമായിട്ട് ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, who gives you power to get wealth that he may establish his covenant. ദൈവം നമുക്ക് കാശുകൾ ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ ഒക്കെ ദൈവം തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്നു. പലരും ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചൊക്കെ അവരുടെ തലമുറകളും അവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റല്ല ദൈവജനങ്ങൾ. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ നമ്മുടെ ദേശത്തെ, നമ്മുടെ ആൾക്കാരെ ഒന്നും തന്നെ ഒരിക്കലും മറക്കല്. പലരും അത് മറന്ന്, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഇങ്ങനെ പറയുന്നത് വചനത്തിൽ കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ലോകം മൊത്തം ഇത് അറിയുന്ന ഒരു കാര്യമുണ്ട്, ജീസസ് ഇസ് കമ്മിങ് സൂൺ. നമ്മളും എപ്പോഴും പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ രാജ്യം, നമ്മൾ എത്ര വചനങ്ങൾ കേൾക്കുന്നു ദാസന്മാരിൽ കൂടെ. ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായി, ഏത് സെക്കൻഡിലും ദൈവം കടന്നു വരും, യേശു കടന്നു വരും. ബട്ട് യേശു കടന്നു വരാനും നമ്മൾ ആ നിത്യതയിൽ എത്താനും വേണ്ടി ഒത്തിരി പൈസയാണെന്ന് ദൈവജനമേ ആവശ്യം അല്ല. ദൈവം എന്താ പറയുന്നത്? ദൈവം പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഒത്തിരി പൈസ ഉണ്ടാക്കാനോ അല്ല നിത്യതയിൽ പോകാനുള്ള നമുക്ക് റിസർവേഷൻ കിട്ടുന്നത്. നിത്യതയിൽ പോകാൻ എന്താ ആവശ്യം? നിത്യതയിൽ പോകാന് ആവശ്യമുള്ളത് നമ്മൾ വചനത്തിന് അനുസരിച്ചുള്ള നമ്മുടെ ജീവിതമുണ്ട്. പക്ഷെ ഇന്ന് കൂടുതൽ ആൾക്കാർ, മിക്ക 90% ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ കണ്ടത്, ഞാൻ ഇങ്ങനെ കേട്ടതും 90% ആൾക്കാർ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളെങ്ങനെ സമ്പാദിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഒത്തിരി അവർക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കണം, അതല്ല ദൈവമക്കളെ. ദൈവം എന്താ പറയുന്നത്? ദൈവം പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവമക്കളെ സ്നേഹിക്കുക, ദൈവദാസന്മാരെ സ്നേഹിക്കുക. എത്ര ദൈവദാസന്മാരെ നമ്മുടെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, ഇന്ത്യയിൽ കഷ്ടപ്പെടുന്നു. നമ്മുടെ സമ്പത്തിൽ നിന്നും നമ്മൾ അവരെ സഹായിക്കുന്നു, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊന്ന് ഓർത്തുകൊള്ളണം. എല്ലാവരും അങ്ങനെയല്ലെന്ന് ഞാൻ അങ്ങനല്ല പറയുന്നത്. ബട്ട് ചിലര് ആ കാര്യം അങ്ങ് മറന്നു പോകുന്നു. ദൈവം ജനമേ, ദൈവത്തിന്റെ വചനം ഒരു വചനത്തിൽ ഇങ്ങനെയും പറയുന്നു, Deuteronomy chapter 11 അതിന് 16 തൊട്ട് 8 വേഴ്സ് ഇങ്ങനെ പറയുന്നു, Take heed to yourself, let your heart be deceived, and you turn aside and serve other gods and worship. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ എന്താ ദൈവം പറയുന്നത്? നിങ്ങൾ വേറെ ഒരു ദൈവത്തിന്റെ പുറകെ പോകില്ല. ഇപ്പോൾ അനേകർ, ദൈവം എന്ന് പറഞ്ഞാൽ വേറെ മതത്തിന്റെ ദൈവം അങ്ങനൊന്നല്ല. ഇതിൽ നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നത് വേറെ മീൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനാ സ്നേഹിക്കുന്നത്, അത് ഒരു ബിംബമായിട്ട്, നമ്മുടെ ഇമ്പമായിട്ട് മാറും നമ്മുടെ ഫ്രണ്ടില്. കാരണം നമ്മൾ കൂടുതൽ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ വിചാരിക്കുന്നതും ഓർക്കുകയും അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എന്താ കൂടുതൽ ആൾക്കാർ കഷ്ടപ്പെടുന്നത്? നമുക്ക് ഫോണിൽ പോകണം, ഒത്തിരി കാശുണ്ടാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ വലിയ സ്ഥാനത്തിൽ എത്തണം, ആയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ സെന്റർ ആയിരിക്കുക നമ്മുടെ കേരളം. ദൈവജനമേ, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ സ്പെഷ്യലി നമ്മുടെ ദേശത്തിന് വേണ്ടി ഓർക്കുക, ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, എത്രയോ നല്ല ഒരു ഞങ്ങൾക്ക് ഒരു ദേശം, ഒരു സ്റ്റേറ്റ് തന്നിട്ട് ഞങ്ങൾ അതിന്റെ വാല്യൂ ചെയ്തിട്ടില്ല. ദൈവജനമേ, ഞങ്ങളും കുറെ 1-2 വർഷം മുമ്പേ അവിടെ നാട്ടിൽ ഒരു പ്രാവശ്യം പോയപ്പോ ഞാൻ അങ്ങ് അതിശയിച്ചു പോയി. കാരണം മിക്ക സ്ഥാനത്തിലും പല നമ്മുടെ കേരളത്തിന്റെ ആൾക്കാരല്ല, ജോലി ചെയ്യുന്നവരായാലും ഹോട്ടൽസ് നോക്കിയാലും മോളുകൾ നോക്കിയാലും ഏത് സ്ഥലത്തിലും വേറെ വേറെ രാജ്യങ്ങളുടെ ആൾക്കാർ അവിടെ ഉള്ളത്. നമ്മുടെ ആൾക്കാർ എവിടെയാ?
അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇപ്പോൾ ഇങ്ങനെ കേട്ടല്ലോ, 2018 വന്ന പോലുള്ള ആ സിറ്റുവേഷൻ പിന്നെയും വരും. ഒത്തിരി വെള്ളപ്പൊക്കം നാട്ടിലുണ്ടാവും, ഒത്തിരി ലോസസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മള് ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ അവസ്ഥകളെ സറണ്ടർ ചെയ്താൽ, ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിച്ചാൽ, ദൈവം നമ്മുടെ അവസ്ഥയിൽ, നമ്മുടെ നാട്ടില്, കാരണം നമ്മുടെ അവിടെ ആൾക്കാർ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടമയാ. അതുകൊണ്ട് ദൈവം ആ സൃഷ്ടിയെ നിയന്ത്രിക്കുന്നത്, ദൈവം ഒരു വാക്ക് കൽപ്പിച്ച് സൃഷ്ടിയെ ഉളവാക്കിയ നമ്മുടെ ദൈവം. പിന്നെ നമ്മൾ വചനത്തിൽ കൂടെ നോക്കുന്നുണ്ട്, ഒരു അധ്യായത്തിലുണ്ട്, ജോഷുവ ചാപ്റ്റർ 10 അതിന്റെ 12th വേഴ്സില്, and he said in the sight of Israel, sun stands still over Gibeon and moon in the valley of Ajalon. ദൈവജനമായി ഇവിടെ ദൈവം ജോഷുവ നമ്മുടെ ചാപ്റ്ററിൽ വായിക്കുമ്പോൾ ആ സമയത്ത് ആ പ്രശ്നം ഇസ്രായേൽ മക്കളുടെ മുൻപാകെ വന്നപ്പോൾ പറഞ്ഞപ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനും നിന്നതാ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. സൃഷ്ടിയെ നിയന്ത്രിക്കണം നമ്മുടെ ദൈവം. നമ്മുടെ കേരളത്തിൽ ആ പ്രതിസന്ധി വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജനം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ വിടുവിക്കും. എനിക്ക് ഫുൾ ആയിട്ട് കോൺഫിഡൻസ് ഉണ്ട്. അത്ര ജിയോഗ്രാഫിക്കൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് പറഞ്ഞാലും, പക്ഷേ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഈ പ്രതിസന്ധിയിൽ നിന്നും ദൈവം നമ്മളെ ഏവരെയും വിടുവിക്കും. ഹല്ലേലൂയ. പിന്നെയും എന്റെ ഒരു ആഗ്രഹം, നമ്മുടെ കേരളം എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ അപ്പച്ചന്മാര്, അപ്പച്ചിമാര് ഇന്നുമാത്രം കഷ്ടത സഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാ നമ്മുടെ കേരളം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിട്ട്. പിന്നെ അത് അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ അവിടുത്തെ യൂത്ത്സ് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മളെ ഏവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ മെസ്സേജിൽ നിന്നും എൻഡ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ലാസ്റ്റ് പ്രയർ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നിന്റെ വചനത്തിൽ കൂടെ നീ ഇടപെട്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ നീ അനുഗ്രഹിക്കണേ, പിന്നെ നീ മാനിക്കണമേ കർത്താവേ. എത്രയോ ബ്ലെസ്സഡ് കർത്താവേ ആ പ്രദേശം ഞങ്ങൾക്ക് നീ തന്നിട്ടും പല പ്രാവശ്യം അതിന്റെ ബ്ലെസ്സിങ്, അതിന്റെ വാല്യൂ കർത്താവേ ഞങ്ങൾ മറന്നു പോകുന്നു കർത്താവേ. ഹാലേലൂയ. ഈ നാളുകൾ കർത്താവേ, ഹാലേലൂയ, ഞങ്ങളുടെ ജനം, ഞങ്ങളുടെ ആൾക്കാർ അതിന്റെ വാല്യൂ മനസ്സിലാക്കി ഹാലേലൂയ കർത്താവേ പിന്നെയും അതിന്റെ സ്ഥിതി ഒരു മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ഹാലേലൂയ ഹാലേലൂയ കർത്താവേ, ഇപ്പോൾ നടക്കുന്ന മഴയും കർത്താവേ എല്ലാവിധമായ പ്രതിസന്ധി അവിടെ നിന്നും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന്റെ കുറവുകളൊന്നും തന്നെ ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ദേശത്തെ, എന്റെ കേരളത്തെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ കേരളത്തെ നീ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ. എല്ലാ കർത്താവേ എക്സ്ട്രീമായിട്ട് കർത്താവെ നടക്കുന്ന മഴയെല്ലാം നിൽക്കണമേ കർത്താവേ. ആ മഴ കർത്താവെ മഴ പെയ്യാത്തടുത്ത് പോകുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാനവമുഹൂർത്തവും അപ്പച്ചനെടുക്കണം യേശുവിന്റെ അധികാരം നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്റെ മലയാളം അത്ര ശരിയല്ല, വാക്കിലോ വചനത്തിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക. നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.